ശ്രീ എ സജീവൻ സജീവൻ സാർ, ഇന്നലെ വൈകുന്നേരം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ വിവാദത്തിന് വന്നിരിക്കുന്നത്. കാരണം പി വി അൻവർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ശബ്ദവും ഒന്നുമല്ല ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ പി വി അൻവറിനുള്ളത്. അതിൽ ഇന്ന് അൻവർ പറഞ്ഞതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തോന്നിയ ഒരു ഭാഗം അദ്ദേഹം മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ ഭാഗമാണ്. മുഖ്യമന്ത്രി ആയത് വീട്ടിൽ നിന്ന് വന്നിട്ടല്ല, പാർട്ടിയിൽ നിന്ന് വന്നാണ് മുഖ്യമന്ത്രിയായത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയോടും പാർട്ടിയോടും തനിക്ക് ബാധ്യതയുണ്ട് എന്നാണ്. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന് പി ശശിക്കെതിരായിട്ടുള്ള പരാതി കൈമാറിയ ശേഷമായിരുന്നു അൻവറിന്റെ ഈ പ്രതികരണം. അതാണ് അതിലെ സവിശേഷത. ഇപ്പോൾ വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് പി ശശിക്കെതിരായിട്ടുള്ള പരാതി പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ചർച്ചയാകുകയാണ്. അതിനുശേഷമായിരിക്കും അന്വേഷണത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അതായത് അൻവർ മുന്നോട്ട് തന്നെയാണ്. അൻവറിന്റെ ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നം വെച്ചിരിക്കുന്നത് അത് പി ശശിക്കും മുഖ്യമന്ത്രിക്കും എതിരെയാണ്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കകത്ത് നിന്ന് ഒരു പിന്തുണയും പിൻബലവും ഇല്ലാതെ പി വി അൻവറിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇന്ന് പി വി അൻവർ നടത്തിയിരിക്കുന്ന പ്രതികരണവും ശരീരഭാഷയും ഒക്കെ മറ്റൊരു കരുത്തൻ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്നതിന്റെ സൂചനയായി താങ്കളെപ്പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന് വായിച്ചെടുക്കാൻ കഴിഞ്ഞോ? തീർച്ചയായും അൻവർ ഈ കാര്യം ഉന്നയിച്ച പോലും നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ മാറ്റം വന്നു എന്നൊക്കെ പറയുമ്പോൾ അൻവർ ഈ കാര്യം ഉന്നയിച്ചത് വളരെ കൃത്യമായും പ്രത്യേക ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതായത് ഇത് വളരെ നമ്മൾ ആകാശത്തേക്ക് ഒരു വെടിവെക്കുന്ന പോലെയുള്ള വെടിവെപ്പല്ല ഉണ്ടായിട്ടുള്ളത്. വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അൻവർ ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം MB ഗോവിന്ദൻ മാഷെ കാണുന്നു. അങ്ങനെ കണ്ടതിന് ശേഷം പാർട്ടി എടുത്ത തീരുമാനം, പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചർച്ച ചെയ്യുന്നതാണ്. പി ശശിക്കെതിരെ അൻവർ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണം, പി ശശിക്കെതിരെ വന്നിട്ടുള്ള ആരോപണം പാർട്ടി ചർച്ച ചെയ്യും എന്ന് പറയുമ്പോൾ തന്നെ വളരെ കൃത്യമാണ്. അത് അന്വേഷണവുമായി മുന്നോട്ടേക്ക് പോകാൻ പാർട്ടി തീരുമാനിച്ചു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ കാണേണ്ടത് ഇന്ന് ഗോവിന്ദൻ മാഷയുടെ ഈ പ്രതികരണം എങ്ങനെയാണെങ്കിൽ 2 ദിവസം മുമ്പേ പുതിയ LDF കൺവീനർ കോഴിക്കോട്ട് നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം തിരിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ടും അൻവറിനെ അവഗണിക്കുന്ന രൂപത്തിൽ അൻവർ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് പറയുന്ന രീതിയിലായിരുന്നു. അതല്ല ഇപ്പൊ ഗോവിന്ദൻ മാഷ്. അങ്ങനെ ഇതേ രീതിയിൽ ഗോവിന്ദൻ മാഷൊക്കെ പറയാമായിരുന്നു. പാർട്ടിയിലാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന് LDF കൺവീനർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല. ഇതിപ്പോ വളരെ കൃത്യമായിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗൗരവത്തോടു കൂടി തന്നെയാണ് പാർട്ടി കാണുന്നത്. അതുമല്ല, അൻവറിനെ അങ്ങനെ വായടപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങിയാൽ അത് എളുപ്പമല്ല എന്ന് പാർട്ടിക്ക് അറിയാം. ഇത് പരസ്യമാക്കപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ സജീവൻ സാർ, പാർട്ടിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അഴിമതിക്കാരനോ അതല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നു എന്ന ആരോപണം ഒക്കെ നേരിടുന്ന ADGP MR അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് പി ശശിയുമായുള്ള ബാന്ധവമാണോ, അതല്ല ഈ ADGP RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലെ കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി വിട്ടു. അവിടെ വേറൊരു നെക്സസ് അവിടെ പ്രവർത്തിച്ചു. തൃശൂർ പൂരം അട്ടിമറിക്കാൻ നടന്നത് ബോധപൂർവമായ ശ്രമമാണ്, BJPക്ക് 2 സീറ്റ് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു എന്നൊക്കെയുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളാണോ പാർട്ടിയെ സംബന്ധിച്ച് കൂടുതൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ പോകുന്നത്? അതല്ല, ഈ അന്വേഷണത്തിലൂടെ പി ശശിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ അത് പരിമിതപ്പെടുത്തുക എന്നതായിരിക്കുമോ പാർട്ടി തീരുമാനിക്കുക? അല്ല, പാർട്ടിയിൽ ഒറ്റയടിക്ക് ഇപ്പൊ പ്രതിപക്ഷം പറയുന്ന പോലെ ഇപ്പൊ അവർ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളത്. മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ മുഖ്യമന്ത്രിയിലേക്കോ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലേക്ക് പോകണം. അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഡയറക്റ്റ് ആയിട്ടുള്ള ആരോപണം ഉന്നയിക്കണം. അതിന് പകരം പ്രതിപക്ഷം പലപ്പോഴും ചെയ്യാറുള്ള കാര്യം എന്ന് പറയുന്നത് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയാറുള്ളത് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. അപ്പം അവർക്ക് പറയാം, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്, അതവർക്ക് പറയാം. പക്ഷെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഈ ആരോപണം അൻവർ ഉന്നയിച്ചിട്ടുള്ളതിൽ ശശി വരെ എത്തി നിൽക്കുന്നു. ശശിക്കെതിരെയുള്ള ആരോപണം ശശി ഇതിനൊക്കെ ഈ ആളെ സംരക്ഷിക്കുന്നു. MR അജിത് കുമാർ എന്ന് പറയുന്ന ADGPയെ സംരക്ഷിക്കുന്ന ശശിയാണ്. ഇവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള നെക്സസ് ആണ് ഈ കാര്യങ്ങളെല്ലാം ആഭ്യന്തര വകുപ്പിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എന്ന് വരെ ആണ് എത്തിയിട്ടുള്ളത്. അത് മുഖ്യമന്ത്രിയുടെ ഒത്താശയാണോ അല്ലയോ എന്നുള്ള കാര്യം ഇതുവരെ അൻവർ പറഞ്ഞിട്ടില്ല. അതൊരു പക്ഷെ അങ്ങനെ പറഞ്ഞേക്കാം, ഒരു പക്ഷെ അത് നമുക്കറിയില്ല. എന്തായാലും
മുഖ്യമന്ത്രിയിലേക്ക് അങ്ങനെ പോകുന്ന രൂപത്തിൽ അല്ല സജീവൻ സാർ, അതായത് പിതൃതുല്യനായി കാണുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി എന്ന് PV അൻവർ പറഞ്ഞിട്ടുണ്ട്. ഈ വിവാദമൊക്കെ ശക്തിപ്പെട്ട ഒരു സമയത്തും അൻവർ ഇട്ടിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ സത്യമേവ ജയതേ എന്ന് പറഞ്ഞ് അദ്ദേഹം പോസ്റ്റ് ചെയ്ത ചിത്രം മുഖ്യമന്ത്രിക്കൊപ്പം ഉള്ളതായിരുന്നു. അതായത് എല്ലാ കാലത്തും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് വിധേയപ്പെട്ട് നിൽക്കുകയും അദ്ദേഹത്തെ പരിഗണിക്കുകയും അദ്ദേഹത്തിന്റെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് PV അൻവർ. അതേ PV അൻവർ ആണ് ഇന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആയിരിക്കുന്നത് വീട്ടിൽ നിന്ന് വന്നിട്ടല്ല, പാർട്ടിയിൽ നിന്ന് വന്നിട്ടാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് മാത്രമല്ല പാർട്ടിയോടും എനിക്ക് ബാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പാർട്ടിക്കകത്തെ ഒരു വിഭാഗത്തിന്റെ താല്പര്യമോ ആവശ്യമോ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യമോ ഒക്കെ നിറവേറ്റുക എന്നതാണ് അൻവറിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ MP ഗോവിന്ദന് പരാതി കൊടുക്കുന്നതും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അത് ചർച്ചയാകാൻ പോകുന്നതും പിന്നീട് ഒരുപക്ഷെ അന്വേഷണത്തിലേക്കും ഒക്കെ എത്താൻ പോകുന്നത് എന്ന ഒരു നിഗമനത്തിലേക്ക് താങ്കൾ എത്തിയിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പരാതി കൊടുത്തിട്ടില്ല, പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടുള്ള MP ഗോവിന്ദൻ മാഷുക്കാണ്. MP ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇതുവരെ ഇപ്പോഴത്തെ ഘട്ടം വരെ നമുക്കറിയാം പിണറായിയുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. പിണറായിയുടെ താല്പര്യത്തിലാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ളത്, പിണറായിയുടെ താല്പര്യത്തിലാണ് അദ്ദേഹം PB മെമ്പർ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അത് ഒരുപക്ഷെ നിഷേധിച്ചാൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ്. വളരെ സീനിയർ ആയിട്ടുള്ള EP ജയരാജനെ മാറ്റിയിട്ട് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനെ മാറ്റിയിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള MP ഗോവിന്ദൻ മാഷെ EB കൊണ്ടുവരണമെങ്കിൽ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കണമെങ്കിൽ അത് പിണറായിക്ക് താല്പര്യമില്ലാതെ അങ്ങനെ വരില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോ ഗോവിന്ദൻ മാഷക്ക് ഒരു പരാതി കൊടുക്കുന്നതോട് കൂടിയിട്ട് അത് പാർട്ടി ഗോവിന്ദൻ മാഷോ അല്ലെങ്കിൽ പാർട്ടിയോ പിണറായിക്കെതിരെയുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അതേ സമയത്ത് താങ്കൾ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. PV അൻവർ തനിച്ചാണോ എന്ന് ചോദിച്ചാൽ PV അൻവർ തനിച്ചല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാർട്ടി അംഗമല്ലെങ്കിൽ പോലും KT ജലീലിന്റെ പ്രതികരണം. അതോടൊപ്പം പാർട്ടി അംഗങ്ങളായിട്ടുള്ള നേതാക്കന്മാർ ഇപ്പോൾ പല ആളുകളും പ്രതികരിക്കാത്തത് KT ജലീലിനെ പോലെ ഉള്ള മനോഭാവമുള്ള ആളുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരൊക്കെ ഇത്തരത്തിൽ സാധ്യതകൾ ഉപയോഗിക്കും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഒറ്റയടിക്ക് മുഖ്യമന്ത്രിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നീക്കം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് സജീവൻ സാർ, താങ്കൾ വിചാരിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണോ, അതോ ഇത് P ശശിയെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണോ, അതോ കുറച്ചുകൂടി വിപുലമായി പറഞ്ഞാൽ പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു ധാര പാർട്ടിക്കകത്ത് രൂപപ്പെടുന്നുണ്ട് എന്നതിന്റെ സൂചനയാണോ? അല്ല, പിണറായിക്കെതിരായിട്ടുള്ള ഒരു ധാര അല്ലെങ്കിൽ ഒരു വിഭാഗീയമായിട്ടുള്ള ഒരവസ്ഥ പാർട്ടിയിൽ നേരത്തെ ഉണ്ട്. പിണറായി അംഗീകരിക്കാത്ത എത്രയോ പ്രവർത്തകരുണ്ട്. പിണറായിയുടെ നിലപാടുകളോട് വിയോജിപ്പുള്ള ആളുകളുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഈ നീക്കം അൻവർ ഉന്നയിച്ചിട്ടുള്ളത് കൃത്യമായിട്ടും പിണറായിയെ തകർക്കുക എന്നുള്ള രീതിയിലാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ശശിയിൽ മാത്രം നിർത്തേണ്ടതില്ല. ആഭ്യന്തര വകുപ്പ് ആണ് ഈ കയറൂരി വിടുന്നതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശശിയിലേക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ പിണറായി. സജീവൻ സാർ, അതിന് ആഭ്യന്തര വകുപ്പിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നില്ല ഈ വിവാദം. കാരണം ഇന്ന് മറ്റൊരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ PV അൻവർ പറയുന്ന ഒരു ഭാഗം തന്നെ മറ്റൊരു കഥ കൂടി ഞാൻ കേൾക്കുന്നുണ്ട്. അത് ഈ പാലക്കാട് RSSന്റെ ഒരു യോഗം നടന്നപ്പോൾ അവിടെ അജിത് കുമാർ പങ്കെടുത്തിരുന്നു എന്നാണ്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുന്നു RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് മധ്യസ്ഥനായി ഈ ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി വിട്ടിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ RSS ബന്ധം നടപ്പാക്കിക്കൊണ്ടിരുന്നത് ഈ ADGPയിലൂടെയാണെന്നും BJP 2 സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു. അത് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് വന്ന ഒരു ക്ലെയിമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പൂരം കലക്കിയത് എന്നുമൊക്കെയുള്ള ആരോപണമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇത് കേവലം ഇപ്പോൾ ADGPക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന അഴിമതി ആരോപണം എന്ന നിലയിലല്ലല്ലോ. അതിനേക്കാൾ ഗൗരവമുള്ള BJP RSS ബാന്ധവം ഒരുപക്ഷെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം EP ജയരാജന് നഷ്ടമാകുന്നതിന് ഇടയാക്കിയ സാഹചര്യം എന്തോ അതിന്റെ കുറെ കൂടി ഗൗരവമുള്ള ഒരു വിവാദമായി ഇത് മാറുകയാണ്. അപ്പോൾ പാർട്ടിക്ക് ഈ കാര്യത്തിൽ ആ നിലയിൽ നിന്നുകൊണ്ട് ഒരു പരിശോധന നടത്തുക സാധ്യമാണോ? ഇല്ല, പാർട്ടി ഇത് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കേണ്ടതാണ്. പക്ഷെ പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് കണ്ടതുപോലെയൊക്കെ പറയുന്നത് നമുക്ക് അതേ രൂപത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ
അൻവർ പറഞ്ഞ കാര്യം, ഈ അജിത് കുമാറിനെ കുറിച്ച് അൻവർ പറഞ്ഞിട്ടുള്ള കാര്യം, BJP-യുടെ യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന കാര്യം, അത് നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. അതൊരു പക്ഷേ ഇപ്പോൾ പറയുന്ന പോലെയുള്ള താല്പര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ആവാം, അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അജിത് കുമാറിനെതിരെ അൻവർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പോലും അത് എല്ലാ വിഭാഗത്തെയും 2016 കോൺഗ്രസുകാർക്ക് വിധേയനായിട്ട് പലതും ചെയ്തു കൊടുക്കാൻ വേണ്ടി പോയി എന്ന് പറയുന്ന ഒരു വെളിപ്പെടുത്തൽ, അതേപോലെ തന്നെ പൂരം കലക്കാൻ വേണ്ടി സുരേഷ് ഗോപിക്ക് വേണ്ടി ഒത്താശ ചെയ്തു എന്ന് പറയുന്ന കാര്യം, ഇങ്ങനെയുള്ള ചില അവതാരങ്ങൾ എപ്പോഴും എല്ലാ പക്ഷത്തും നിന്നുകൊണ്ട് കളിക്കും. അവര് കളിച്ചതിൽ രാഷ്ട്രീയമുണ്ടോ? അങ്ങനെ രാഷ്ട്രീയത്തിന് എനിക്ക് തോന്നുന്നു ഈ BJP-യുമായിട്ടുള്ള ഒരു ധാരണയ്ക്ക് MR അജിത് കുമാറിനെ പോലുള്ള ഒരാള് മുഖ്യമന്ത്രിയെ പോലെ ഒരാള് നിയോഗിക്കുക എന്ന് പറയുന്ന സാധ്യത വളരെ കുറവാണ്. അല്ലാതെ തന്നെ അവർക്കിടയിൽ ബന്ധമുണ്ടാക്കാൻ BJP-ക്കാർ തയ്യാറാണ്. പ്രകാശ് ജാവ്ദേക്കറെ പോലുള്ള ആളുകൾ പോലും വീട്ടിൽ പോയി കാണുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ അങ്ങനെ ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് പറയുന്ന രൂപത്തിൽ മുഖ്യമന്ത്രി അയച്ചിട്ടാണ് എന്ന് അത് അദ്ദേഹത്തിന് പറയാം, എന്നെ നിഷേധിക്കുന്നൊന്നുമില്ല. അത് അങ്ങനെ സംഭവിച്ചതാവാനുള്ള സാധ്യത വിരളമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരത്തിൽ അജിത് കുമാറിനെ ഇതുവരെ പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ച് അദ്ദേഹം ഏത് പക്ഷത്തേക്കും ചായുന്ന രീതിയിലാണ്. അദ്ദേഹം മുടിയുണ്ടെങ്കിൽ ചായച്ചും ചരിച്ചും കെട്ടാം എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചായച്ചും ചരിച്ചും കെട്ടുന്ന രീതി അദ്ദേഹം പലപ്പോഴും കാണിച്ചിട്ടുണ്ട്.